എണീറ്റോ? ഞാൻ കരുതി പൊന്നുമോന് കെട്ടിറങ്ങിയിട്ടുണ്ടാവില്ല എന്ന്. അടുക്കളയിലൂടെ പിന്നിലേക്ക് ഇറങ്ങാൻ നിന്ന നന്ദനെ കണ്ട് അപ്പം ചുഴുകയായിരുന്ന അമ്മ പറഞ്ഞതും അവനൊന്ന് ഇളിച്ചുകൊണ്ട് തല ചൊറിഞ്ഞു. അധികം വിളിക്കണ്ട, ഈ നശിച്ച കുടിയെന്ന് നിർത്തുന്നോ അന്നേ നീ നന്നാവും. നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ്ടാ? എന്ത് വിഷമുണ്ടായിട്ട് ഈ കുടി സ്വയം നശിക്കാനോ? ഈ കുടിയും വെച്ച് നിനക്ക് പെണ്ണിനാരെങ്കിലും തരുവോടോ? അമ്മ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ മണിയെ ആലോചിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. ഞങ്ങളും തരില്ല ഒരു പെണ്ണിനെയും, അതിനെക്കൂടി സങ്കടപ്പെടുത്താൻ ഞങ്ങൾക്കാകില്ല, ഓർത്ത് വെച്ച പൊന്നുമോൻ. അമ്മ കൽപ്പിച്ചൊന്ന് നോക്കിയതും അവൻ ഒന്നും മിണ്ടാൻ നിൽക്കാതെ ആകെ ചമ്മിയ കണക്കെ പുറത്തേക്ക് നടന്നു. അമ്മ ചായ. അടുക്കളയിലേക്ക് വരുന്നതിനിടയിൽ പാറു വിളിച്ചു പറഞ്ഞു. ആ ദേ വന്നു അടുത്ത അവതാരം. നീ എന്താടി കുംഭകർണൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണോ? ഏത് നേരവും തീറ്റ. ഇടി പെണ്ണെ, മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അത് ചുട്ടെടുക്കാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് മതി തിന്നലൊക്കെ. അമ്മയ്ക്ക് യാതൊരു മയവും ഇല്ലായിരുന്നു. അവർ അവളെ ഒന്ന് കൽപ്പിച്ചു നോക്കിക്കൊണ്ട് സ്റ്റോർ റൂമിൽ പൊട്ടിക്കിടക്കുന്ന ഭരണിച്ചില്ലുകൾ കോരിയെടുക്കുന്ന തിരക്കിലാണ്. പാറു വേഗം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന പോലെ അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടി. മണിയേ. ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് കയറ്റി വെച്ചുകൊണ്ട് ഗൗതം വിളിച്ചതും ഉണ്ടാക്കി വെച്ച അപ്പവും കറിയും അടുക്കളയിലെ ടേബിളിൽ നിരത്തിക്കൊണ്ട് കൈ രണ്ടും ധാവണിശീലയിൽ തുടച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് നടന്നു. എന്താ ഏട്ടാ? അവൻ്റെ റൂമിൻ്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഗൗതം ഒന്ന് തിരിഞ്ഞുകൊണ്ട് അവളെ അടിമുടി നോക്കി. നീ ഇതുവരെ റെഡി ആയില്ലേ? ഇന്ന് കോളേജിൽ പോകേണ്ടതല്ലേ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾക്കും അത് ഓർമ്മ വന്നത്. എങ്കിലും ഒരു താല്പര്യമില്ലാത്ത വട്ടെ അവളൊന്ന് തല ചൊറിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് പോയാൽ ശരിയാവില്ല, ഞാൻ തിങ്കൾ മുതൽ വയ്ക്കോളാം. വെള്ളിക്ക് എന്താടേ കുഴപ്പം? വെള്ളിയാഴ്ച പോയാൽ തലയ്ക്ക് മുകളിൽ വെള്ളിശാപുണ്ടാവും. ഇത്രയ്ക്ക് വലുതായിട്ട് ഏട്ടനൊന്നും അറിയില്ലേ? സാറാണെന്ന് പറഞ്ഞെടുക്കാൻ നാണമില്ലേ? ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന മണിയെ ഗൗതം അടക്കിപ്പിടിച്ച് ചിരിയോടെ നോക്കി. ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കൊണ്ടാ നീ ഈ വീട്ടിൽ താമസിച്ചു പോകുന്നത്. ഈ വഴിയാണേ ഞാൻ തന്നെ നിന്നെ ആ തോട്ടിൽ കൊണ്ടുപോയി ഇടും. അവൾ കേൾക്കാൻ എന്ന പോലെ അവൻ വിളിച്ചു പറഞ്ഞു. ആയിക്കോട്ടെ തമ്പ്രാ. ലോഡ് കണക്കിന് പുച്ഛം വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ മറുപടി. അവനൊന്ന് ചിരിച്ചുകൊണ്ട് കയ്യിൽ വാച്ച് കെട്ടുമ്പോൾ അറിയാതെ തന്നെ കണ്ണുകൾ ചുമരിൽ തൂക്കിയിട്ട കുടുംബ ഫോട്ടോയിൽ ചെന്ന് പതിഞ്ഞു. തന്നെയും മണിയെയും പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന അമ്മയും അച്ഛനും. മണിയുടെ പകർപ്പ് പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു അമ്മയെ. അല്പം ഗൗരവവും മുഖത്ത് കട്ടിമീശ മുകളിലേക്ക് പിരിച്ചു വെച്ച അച്ഛനെ കാണാൻ എവിടെയൊക്കെയോ ഗൗതമിനെ പോലെയുണ്ട്. ഗൗതമിൻ്റെ കണ്ണുകൾ ഒന്ന് കലങ്ങി. കണ്ണുകളിൽ മിഴിനീരുകൾ ഉരുണ്ടുകൂടുമ്പോഴും ചുണ്ടിൽ പതിവ് പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ എല്ലാവരിലും ഒഴിഞ്ഞ് അവസാനം മണിയിലെത്തിയിരുന്നു. അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയോടും അച്ഛനോടും. ഒരു തെല്ലുപോലും പരിഭവം അവരോടില്ലായിരുന്നു. കാരണം അവന് കൂട്ടിന് തൻ്റെ കുഞ്ഞു പെങ്ങളെ നൽകിക്കൊണ്ടായിരുന്നു അവർ പോയത്. ഒരുപാട് സ്നേഹം നൽകിയ കുഞ്ഞു പെങ്ങൾ, എന്തിനും ഏതിനും തൻ്റെ കൂടെ നിന്നവൾ. എത്ര കുറുമ്പ് കാണിച്ചാലും തൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അവൾക്കേ സാധിക്കൂ. കൺമുമ്പിൽ കാണുമ്പോൾ പരസ്പരം കളിയാക്കിയും തല്ലുകൂടിയും നടക്കുമ്പോഴും പരസ്പരം നന്നായി മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അവൻ്റെ കൈകൾ മേശയ്ക്ക് മുകളിൽ ഇട്ടിരുന്ന അവൻ്റെയും മണിയുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോയിലേക്ക് നീണ്ടു. അതെടുത്ത് പുഞ്ചിരിയോടെ തന്നെ മണിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ ഒന്ന് ചുണ്ടമർത്തി. ആ ഫോട്ടോയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങ് തന്നൂടെ വാദ്യാരെ? കുറുമ്പോടെയുള്ള മണിയുടെ ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിയതും കണ്ടു കള്ളച്ചിരിയോടെ രണ്ട് കൈയും കെട്ടി വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന മണിയെ. അവൻ വലിയ മൈൻഡൊന്നും കാണിക്കാതെ ഫോട്ടോയിലേക്കൊന്ന് ഊതിയതും കൈ കൊണ്ട് അതിന് മുകളിൽ തുടയ്ക്കുകയും ഒക്കെ ചെയ്തു. ഭയങ്കര പൊടിയാ, ഇവിടെ ആരും തുടയും തന്നെയൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ചുണ്ടിൽ മുള പൊട്ടിയ പുഞ്ചിരി മെല്ലെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. ആടോ, ഞാനിവിടെ തുടക്കാറൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ആളെ കളിയാക്കാൻ നിൽക്കുക. എൻ്റെ ഈശ്വര, എത്ര തേങ്ങ വീഴുന്നു. അതിലൊന്ന് പെങ്ങളെ സ്നേഹിക്കാത്ത ഈ വാദ്യാരുടെ തലയിൽ ഒന്ന് വീണിരുന്നെങ്കിൽ. മേലേക്കും കണ്ണു നട്ടുകൊണ്ടുള്ള അവളുടെ പ്രാർത്ഥന കേട്ട് ഗൗതം ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവളൊന്ന് കുതറി മാറാൻ ശ്രമിച്ചതും അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് ആ നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടമർത്തി. അവളും പരിഭവം നിറഞ്ഞ മുഖത്ത് ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ പുഞ്ചിരി നിറച്ചിരുന്നു. എനിക്കാകെ സ്വന്തം എന്നൊക്കെ പറയാൻ നമ്മുടെ മുത്തശ്ശി കഴിഞ്ഞാൽ നീ മാത്രമേ ഉള്ളൂ എൻ്റെ മണിക്കുട്ടിയെ. അപ്പോൾ ഈ ഏട്ടൻ ഇടയ്ക്കിടെ എൻ്റെ കുട്ടിക്ക് സ്നേഹം അടിയായും തൊഴിയായും പിന്നെ ചീത്തയായും അങ്ങ് തരില്ലേ? പറയുന്നതിൻ്റെ കൂടെ അവൻ അവളുടെ തലയിലൊന്ന് മേടിയതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. ഒരു ചീത്തെങ്കിലും പ്രതീക്ഷിച്ച അവൻ അവളുടെ ചിരി കണ്ട് അത്ഭുതത്തോടെ നോക്കി. ആണോ ഏട്ടാ? അതുപോലെ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് സ്നേഹം ഇടയ്ക്ക് കൂടാറുണ്ട്. അവൾ പറഞ്ഞു പൂർത്തിയാക്കിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ കണ്ണ് മിഴിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾ കിട്ടിയ അവസരം വെച്ച് അവൻ്റെ കയ്യിൽ കടിച്ചു.
ആദ്യമൊന്ന് തരിച്ചുവെങ്കിലും വേദന അരിച്ചിറങ്ങിയതും അവൻ ആകെ ഒന്ന് പിടഞ്ഞു. കടി വിട്ടടി. അവൻ എരിവ് വലിച്ചുകൊണ്ട് മറു കൈകൊണ്ട് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അലറിയതും അവൾ ഒന്നുകൂടെ അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചുകൊണ്ട് അവന് പിടികിട്ടും മുന്നേ ഇറങ്ങിയോടി. എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെയാ പ്രകടിപ്പിക്കുക വാദ്യാരെ. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൻ കയ്യിലും പിടിച്ചുകൊണ്ട് അവളെ കണ്ണുരുട്ടി നോക്കി. വടി കൊടുത്ത് അടി വാങ്ങി. ഹാളിൽ സോഫയിലിരുന്നു കൊണ്ട് മുത്തശ്ശി പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. അവൻ അവരെ നോക്കി ഒന്ന് പല്ല് കടിച്ചു. ഇളിച്ചോ പല്ല് മുഴുവൻ പുറത്തും കട്ടിളിച്ചോ. കുറച്ചുകൂടി കഴിഞ്ഞാലേ ഈ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരു വെറ്റില പോലും നല്ലപോലെ കഴിക്കാൻ പറ്റാതെ മോഞ്ഞേ ഇതൊക്കെ അരച്ച് മുത്തശ്ശിയുടെ വായിൽ വെച്ച് തരുമോ എന്നും ചോദിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. അന്നും കാണണം ഈ ചിരി. അവൻ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഏറണം കേട്ടവനെ. മുത്തശ്ശിയുടെ ഒറ്റ ആട്ടലിൽ ആള് തിരിഞ്ഞോടി. ചേച്ചി ആ ജില്ലയിലുള്ളത് മതി. ഏതാടാ നല്ലപോലെ പറ. അത് ചേച്ചിയുടെ കൈയിൻ്റെ മുകളിലുള്ളത്. മണി മരത്തിൻ്റെ മണ്ടയിലിരുന്ന് മാങ്ങ പൊട്ടിക്കുകയാണ്. അവൾക്ക് താഴെയുള്ള ചില്ലയിലിരുന്ന് മാങ്ങ കഴിക്കുന്ന തിരക്കിലാണ് പാറു. കുറേ കുട്ടിപ്പട്ടാളങ്ങൾ താഴെ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മണി മുകളിലെ ഒരു കുല മാങ്ങ തന്നെ പൊട്ടിച്ച് താഴെയിട്ടു. പിള്ളേരെല്ലാവരും ശബ്ദം കൂട്ടി അത് പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഡാ. പെട്ടെന്നല്ല അലർച്ച കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കിയതും കണ്ടു കയ്യിൽ വടിയും പിടിച്ച് ഓടി വരുന്ന ശങ്കരേട്ടനെ. അങ്ങേരുടെ പറമ്പിൽ കയറി മാങ്ങ പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. അയ്യോ ചേച്ചി, ശങ്കരൻ തമ്പി വന്നു, ഓടിക്കോ. ആ വിരുദ്ധൻ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയതും പാറുവും മണിയും മരത്തിൽ നിന്നും വേഗത്തിൽ ചാടി ഇറങ്ങിക്കൊണ്ട് ഓടി. ഓടുന്ന ഓട്ടത്തിൽ പാറു പിന്നിലായതുകൊണ്ട് തന്നെ ശങ്കരേട്ടൻ്റെ കയ്യിൽ അവളെ കിട്ടിയതും മുന്നിൽ ഓടിയിരുന്ന മണി കയ്യിലുള്ള മാങ്ങ കൊണ്ട് അയാളെ ഒറ്റയേറി. അയാളുടെ പിടി കഴിഞ്ഞതും പാറു ഓടി വീട്ടിൽ കയറിയതും റൂമും അടച്ചിരുന്നു. ഇന്നേക്കുള്ള കോട്ട കിട്ടാനായി എന്ന് 2 പേർക്ക് മനസ്സിലായിരുന്നു. പാറു, മണി. പുറത്തുനിന്നും നന്ദൻ്റെ അലർച്ച വന്നതും 2 പേരും തലയിൽ കൈവച്ചുപോയി. പോണോടി. ഞാൻ പോകത്തില്ല, നീ തന്നെ വയ്ക്കോ. പാറു കൈയൊഴിഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു. അപ്പോഴേക്കും റൂമിൻ്റെ വാതിലിൽ കൊട്ടു വീണു. ഡീ പാറു, മണി, 2 പുറത്ത് വരുന്നത് നല്ലത്. ഞാനെങ്ങാനും ചവിട്ടി തുറന്ന 2 ബാക്കി കാണത്തില്ല. തുറക്കടി. അവൻ അലറി. മണിയാണേൽ പേടിച്ച് വിറച്ചുള്ള ഇരിപ്പാണ്. കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് അടിപൊളിയായി മുളകും തേച്ച് ഉണക്കിയെടുത്ത് അവൻ്റെ ചുവരിലാണ്. അമ്മേ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ വേദന മാറിയിട്ടില്ല. നീ എന്തിനാണ് എങ്ങനെ കിടന്ന് അലർന്നേ? അമ്മ വന്നിടപെട്ടു. അപ്പച്ചി രക്ഷിക്കൂ എന്ന പോലെ മണി വാതിലിൽ ചെവി ചേർത്ത് വെച്ചു. 2നോട് ഇറങ്ങി വരാൻ പറയുന്നതാണ് നല്ലത്. ഡീ ഇറങ്ങി വാടി. അവൻ അലറി. അവൾ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് വലിഞ്ഞു. മക്കളെ ഇറങ്ങി വാ. അപ്പച്ചിയുടെ വിളി കൂടിയെത്തി. അപ്പച്ചി യു ടു. മണി ദയനീയമായി പാറുവിനെ നോക്കി. അവൾ നഖം കടിക്കുന്ന തിരക്കിലാണ്. ഈ നേരത്തെങ്കിലും ഒന്ന് ടെൻഷൻ അടിക്കടി പുല്ലേ. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടേ, പുറത്തേക്ക് വരാത്തതാ. പാറു ദയനീയമായി പറയുന്നത് കേട്ട് മണിയും കണ്ണുകൾ ചുളിച്ച് അവളെ നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും പോലെ പാറുവും അവളുടെ അരികിലേക്ക് വന്നതും മണി മെല്ലെ വാതിൽ തുറന്നതും ബാക്കി ഉന്തി തുറക്കുന്ന ഉത്തരവാദിത്തം നന്ദൻ്റേതായിരുന്നു. വാതിൽ തുറന്നതും കണ്ടു ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന നന്ദനെ. നന്ദൻ പാറുവിനെയും വലിച്ച് ഹാളിലെത്തിയതും അല്പം പേടിച്ചാണെങ്കിൽ കൂടി മണിയും വന്നു. വേറൊരു ആത്മാർത്ഥത. ഹാളിൽ 2 പേരും നിൽപ്പുറപ്പിച്ചതും നന്ദൻ കയ്യിലൊരു ചൂരലുമായി വന്നു. മണിയുടെ നോട്ടം ചുറ്റും പരതി ഗൗതമിൽ എത്തി നിന്നതും അവൻ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മണി ചുണ്ടനക്കി പോടാ പട്ടി എന്ന് വിളിച്ചതും ആദ്യത്തെ അടി അവളുടെ കയ്യിൽ തന്നെ പതിഞ്ഞു. അവൾ എരിവ് വലിച്ചുകൊണ്ട് മുഖം ചുളിച്ച് കയ്യിലും പിടിച്ചുകൊണ്ട് നന്ദനെ നോക്കി. അവൻ കണ്ണു കൂർപ്പിച്ച് അവളെ നോക്കുകയായിരുന്നു. ഇയാളെന്തിന് എന്നെ തല്ലുന്നേ? മണി കരച്ചിലിൻ്റെ വക്കത്ത് എത്തിക്കൊണ്ട് ചോദിച്ചു. നീയൊക്കെ എവിടെയായിരുന്നടി? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. റൂമിൽ. അത് ന്യായം പറഞ്ഞ പാറുവിനും കിട്ടിയൊന്ന്. റൂമിൽ കയറും മുന്നേ എവിടെയായിരുന്നു എന്നാ ചോദിച്ചത്? പറയടി രണ്ടും. ചൂരൽ ടേബിളിൽ അടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഒന്ന് ഞെട്ടിക്കൊണ്ട് 2 പിന്നിലേക്ക് മാറി. അത് ശങ്കരൻ തമ്പി. എന്ത്? സോറി, ശങ്കരേട്ടൻ്റെ പറമ്പിലും മാങ്ങ. പറഞ്ഞു തീരും മുന്നേ അവൻ്റെ കയ്യിലിരിക്കുന്ന ചൂരൽ ഉയർന്നു താണു. അതിനോടൊപ്പം 2 ചാടിയതും കറക്റ്റായി തന്നെ അവരുടെ കണം കാലി കൊള്ളുകയും ചെയ്തു. 2 എരിവ് വലിച്ചുകൊണ്ട് തിത്തയി തുള്ളിപ്പോയി. കണ്ടവരുടെ പറമ്പിലെ മരത്തിൽ കയറി മാങ്ങ പൊട്ടിക്കരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടടി? ഇത്രയും പ്രായമായില്ലേ, പേരിനെങ്കിലും ഒരു നാണം. എവിടെ? എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. പൊട്ടിച്ചതും പോരാ, ആരടി അയാളുടെ മോന്തക്കിട്ടാ മാങ്ങ കൊണ്ടിരുന്നത്? അവൻ ചോദിച്ചതും അതുവരെ കാല് തടവിക്കൊണ്ടിരുന്ന മണി ഒന്ന് ഞെട്ടി. പാറുവാണേൽ അവളെ ചൂണ്ടാൻ നിൽക്കുന്നത് കണ്ടതും മണി അത് പിടിച്ചു വെച്ചു. ആരാന്ന് പറയടി? ചേട്ടാ, അത് ഇവിടെ സത്യം. പാറു കൈയൊഴിഞ്ഞു.
ഇനിയും വാങ്ങാൻ വയ്യ. നന്ദൻ കൽപ്പിച്ചൊന്ന് മണിയെ നോക്കിയതും മണി പാറുവിനെ നോക്കി കണ്ണുരുട്ടി. ഇതിനെയൊക്കെ തല്ലിയിട്ടും കാര്യമില്ലല്ലോ, ഇത്രയും വളർന്നില്ലേ, കയറിപ്പോടി രണ്ടും. നന്ദൻ അലറിയതും രണ്ടും ഉള്ളിലേക്ക് ഓടി. ഇനി കിട്ടാൻ വയ്യ. അതുതന്നെ കാരണം അമ്മയാണേൽ വായയും പൊത്തി നിൽക്കുകയാണ്. മക്കളുടെ വീരശൂര പരാക്രമണങ്ങളല്ലേ ചുരുളഴിയുന്നത്. നന്ദൻ വടി നിലത്തെറിഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. വരുന്ന വഴിയിൽ അവരെ പറ്റിയുള്ള പരാതി കേട്ട ദേഷ്യത്തിലായിരുന്നു അവൻ. ഒന്നാമത് അത്ര വലിയ മൂഡിലല്ല, അതിൻ്റെ കൂടെ നാട്ടുകാരുടെ പരാതിയും. അവൻ കണ്ണുകൾ മറയ്ക്കും വിധം കൈ വെച്ചുകൊണ്ട് കിടന്നു. ഇടയ്ക്ക് അവൻ്റെ കൂടെ ഗൗതമം കയറി കിടന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. നേരം ചെല്ലും തോറും എന്തോ ഒരു കുറ്റബോധം ഉള്ളിൽ വന്നു. അടിക്കണ്ടായിരുന്നു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റപ്പോഴേക്കും ഗൗതമിനെ കാണാനില്ലായിരുന്നു. അവൻ മെല്ലെ റൂമിൽ നിന്നും ഇറങ്ങി പാറുവിൻ്റെ റൂമിൻ്റെ അരികിലേക്ക് നടന്നു. കൈകൊണ്ട് വാതിൽ മുട്ടാനാഞ്ഞതും എന്തോ പെറുക്കി പറച്ചിൽ കേട്ട് അവൻ അതിന് വേണ്ടെന്ന് വെച്ചു. ദുഷ്ടൻ, വെടൂൽക്കജൻ, എന്തൊരു വേദന എൻ്റെ കൃഷ്ണ. കാലിൽ തൂലി അങ്ങ് ഒറിഞ്ഞു പോയെന്ന് തോന്നുന്നത്. അയ്യൊക്കൊന്നും കണ്ണിച്ചൂരില്ലേ. കള്ളു കുടിച്ചാൽ തികച്ച മണിക്കുട്ടീന്ന് വിളിക്കില്ല. എന്തൊരു സ്നേഹമോ. നല്ല ബോധത്തിലോ കഴിഞ്ഞ ജന്മത്തെ അയാളെ കൊന്നത് ഞാനാണെന്ന് തോന്നുന്നത്. അയാളൊക്കെയുണ്ടല്ലോ. കരച്ചിൽ വക്കിലെത്തി നിന്നുള്ള സംസാരമാണെന്ന് ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് പിടികിട്ടിയിരുന്നു. കൂട്ടത്തിൽ ഇടയ്ക്കിടെയുള്ള മൂക്ക് വലിക്കലും. അവൻ ചെറുചിരിയോടെ വാതിൽ തള്ളി തുറന്നതും കണ്ടു അടികിട്ടിയ ഭാഗത്ത് മരുന്ന് വെക്കുന്ന മണിയെ. അവനെ കണ്ടതോടെ അവളുടെ മുഖം അങ്ങ് മാറി. ദേഷ്യത്തോടൊന്ന് ചെരിഞ്ഞിരുന്നു കൊണ്ട് മരുന്ന് വെക്കൽ ആരംഭിച്ചു. അവൻ മെല്ലെ ഉള്ളിലേക്ക് വന്ന് അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. അവൾ മൈൻഡ് പോലും ചെയ്തില്ല. അവൻ മുട്ടുകുത്തി അവളുടെ മുൻപിലിരുന്നു കൊണ്ട് അവളുടെ കാല് ബലമായി പിടിച്ചുയർത്തി തൻ്റെ കാൽത്തുടയിലേക്ക് കയറ്റി വെച്ചു. കണം കാലിൽ തന്നെ ചുവന്ന് തിണർത്ത് കിടപ്പുണ്ട്. അതിന് പുറമെ വടി തട്ടിയ മുറിയും. അവൻ മരുന്ന് വെക്കാൻ തുടങ്ങിയതും അവൾ കാല് പിൻവലിക്കാൻ തുടങ്ങി. അടങ്ങിയില്ലേ അവിടെ? എന്തിനാ വന്നേ? തച്ചോന്നറിയാനോ? ഈ സ്നേഹമൊന്നും അടിക്കുമ്പോൾ കണ്ടില്ലല്ലോ. മരുന്ന് വെക്കാൻ എനിക്കറിയാം, അതിലാരെ സഹായം ആവശ്യമില്ല. അവൾ അവൻ്റെ കാലിൽ നിന്നും കാല് തട്ടി തെറിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ വീണ്ടും അവിടെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ട് കാലിൽ മരുന്ന് പുരട്ടി. ബലം പ്രയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവളും എതിർത്തില്ല. മണി, അവൻ മെല്ലെ വിളിച്ചു. അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ ഒഴുകി വരുന്ന കണ്ണുനീർ വാശിയോടെ തുടയ്ക്കുന്നവളെ അവൻ അലിവോടെ നോക്കി. മണിക്കുട്ടിയെ, ഒന്ന് നോക്കടി. അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് വിളിച്ചതും അവൾ ഇടം കണ്ണിട്ട് നോക്കിയെങ്കിലും പൂർണ്ണമായും അവനെ നോക്കാൻ മനസ്സനുവദിച്ചില്ല. അവളുടെ കളി കണ്ട് ഒരു ചെറുചിരിയോടെ അവളുടെ കൈ പിടിച്ച് തൻ്റെ കൈക്കുള്ളിലാക്കി പിടിച്ചതും അവൾ പെട്ടെന്ന് എരിവ് വലിച്ചുകൊണ്ട് കൈ അടർത്തി മാറ്റിയതും കാണുന്നത് കയ്യിൽ തിണർത്ത് ചുവന്ന് കിടക്കുന്ന പാടിലേക്കാണ്. ആദ്യത്തെ അടിയാണ് അവൻ ഓർമ്മ വന്നത്. അവൻ അവളുടെ കൈ ഒന്ന് പിടിച്ചുയർത്തി അവിടെ തന്നെ ഒന്ന് ചുണ്ടമർത്തിയതും അവൻ്റെ അതരത്തിൻ്റെ ചൂടിൽ അവിടെ സുഖമുള്ളൊരു വേദന നിറഞ്ഞു. അവളത് മൈൻഡ് ചെയ്യാത്ത പോലെ ഇരുന്നു. മണി, എന്താ നിനക്ക് വേണ്ടത്? എന്നെ തല്ലണോ? തല്ലിക്കോ. എന്നാലെങ്കിലും ഈ വാശി താരുമെങ്കിൽ തല്ലിക്കോ. അവൻ പറഞ്ഞതും അവളുടെ വലത് കൈ അവൻ്റെ ഇടത് കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവൻ കവിളിലും കൈവച്ചുകൊണ്ട് അവളെ നോക്കി. അവളാണെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. അവനൊരു തമാശ പറഞ്ഞത് ഇങ്ങനെയൊന്ന് കിട്ടുമെന്ന് അവനും പ്രതീക്ഷിച്ചില്ല. എന്തോന്ന് അടിയാടി ഇത്? അവൻ കവിളും പൊത്തി മുഖവും ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനായിട്ട് തന്നതല്ലല്ലോ, ചോദിച്ചു വാങ്ങിയതല്ലേ. അത് താന് അടിച്ചടിയുടെ അത്ര വേദന ഒന്നും കാണത്തില്ല. അവൾ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ തലയൊന്ന് ചൊറിഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പോകാനാഞ്ഞതും അവൻ അവളെ പിടിച്ചു വെച്ചുകൊണ്ട് ആ മടിയിലേക്ക് തല ചേർത്ത് വെച്ചു. എന്തടിച്ചി മക്കൊന്നേ? ഞാൻ അടിച്ചതിന് പകരൊന്നും തന്നില്ലേ? വരുന്ന വഴി അങ്ങേരുടെ വായയിൽ നിന്നും കേട്ട ദേഷ്യം കൊണ്ട് അടിച്ചു പോയതാടി. ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ കാണിക്കും മുന്നേ ഒരിക്കലെങ്കിലും എന്നെയോ നിന്റെ ഏട്ടനെയോ ഓർത്തൂടെ പെണ്ണേ? അവൻ പറയുന്നത് കേട്ട് അവൾക്കും എന്തുകൊണ്ടോ ശരിയാണെന്ന് തോന്നി. അയാൾ നന്നായി നാണം കെടുത്തിയിട്ടുണ്ടാകും എന്നുറപ്പാണ്. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ തലോടി. അവനൊരു കുസൃതിയോടെ തല ഉയർത്തിയതും പെട്ടെന്ന് തന്നെ അവൾ കൈ പിൻവലിച്ചു. അവൻ്റെ മുഖവും മങ്ങി. ഇപ്പോഴും ദേഷ്യം തീർന്നില്ലേ? ദേഷ്യം തീരാൻ ഇനി അടിക്കണോ? അടിച്ചോ. അവൻ അതും പറഞ്ഞുകൊണ്ട് തല ഉയർത്തിയതും അവൾ തല താഴ്ത്തിക്കൊണ്ട് അവൻ്റെ അതരങ്ങളിലേക്ക് അതരങ്ങൾ അമർത്തിയതും ഒന്നിച്ചായിരുന്നു.